ബാംഗ്ലൂരിൽ ആദ്യത്തെ തിയേറ്റർ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതായത് നമ്മൾ ഫീനിക്സ് മാളിൽ പോയിട്ട് ഡോഗ് ഫിലിം കണ്ട വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട എന്ന് പറഞ്ഞ സിനിമ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെയെങ്കിലും പോയി ഒരു മലയാളം ഫിലിം കണ്ട് റിവ്യൂ പറയണേ. അപ്പൊ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത ഷോ എല്ലാം രാത്രിയായിരുന്നു. നമുക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു ടൈമിൽ നമുക്ക് ഷോ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം 9:40 9:50 അല്ലേ, എല്ലാം അങ്ങനെ ആയിരുന്നു. അങ്ങനെ തപ്പി എന്തായാലും ഞങ്ങൾക്ക് ഒരു ഷോ കിട്ടിയല്ലേ. 4:10 വൈകിട്ട് 4:10 ഒരു ഷോ കണ്ടു. അപ്പൊ തന്നെ ഞങ്ങൾ ഇതേ നേരെ കേട്ടിട്ട് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഇന്ന് പട കാണാൻ പോവാണ്. പട സിനിമ കാണാൻ പോകുന്ന തിയേറ്റർ ഏതാ? സിനിപോളിസ്. യെസ്, നമ്മുടെ ഓറിയോൺ ഈസ്റ്റ് മാളിലെ സിനിപോളിസിൽ പോയിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. ഗൂഗിളിൽ ഫോട്ടോ കണ്ടിട്ട് ചെറിയ മാളാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ സ്ക്രീനിലും അധികം സീറ്റ് ഒന്നും കാണുന്നില്ലല്ലേ. സ്ക്രീൻ 4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ 240, 260, 280. 240 ആണ് തുടക്കം. അതെങ്ങനെ അറിയോ? ഫ്രണ്ട് സീറ്റിലെ 2 റോയ്ക്കാണ് 240 രൂപ. എന്റെ മോനെ അല്ലേ, അതൊരു ഇച്ചിരി കൂടുതലല്ലേ? ഈ ഫ്രണ്ട് സീറ്റിലൊക്കെ 240 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അതിന് മാത്രം എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നമുക്ക് പോയിട്ട് കാണാം. അതെ, നമ്മുടെ ചെന്നൈയിലെ വലിയ സ്ക്രീൻ തന്നെ ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ 60 രൂപയാണ് അല്ലേ. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെന്നല്ലേ, പട ഫിലിമിന്റെ ട്രെയിലർ കണ്ടിട്ട് വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ സിനിമാ സെലക്ഷൻ ഇപ്പം അടിപൊളിയാണല്ലേ. ഇപ്പൊ ഈ ഇറങ്ങിയ കുറെ സിനിമകളെല്ലാം നല്ല വളരെ മികച്ച സിനിമകളായിരുന്നു. 5-ാം പാതിര, നായാട്ട് പോലുള്ള വളരെ മനോഹരമായ സിനിമകളായിരുന്നു പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സിനിമയെ നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫീനിക്സ് മാളിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ കേട്ടോ. അപ്പൊ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. അതിനകത്തെ തിയേറ്റർ, ആ മാളിലേക്ക് ഫുൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയുടെ പുറകെ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പൊ ഇനി എല്ലാം പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി പുറകിലും കാണാം അല്ലേ. യെസ്, നമ്മുടെ ഊബർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് കയറിയിട്ട് നേരെ ഓറിയോൺ ഈസ്റ്റ് മാൾ ബനസ്വാടി. ചെന്നൈയിൽ കണ്ട പോലെ എത്രയും ബ്ലോക്ക് ഇല്ല കേട്ടോ ഇവിടെ ബാംഗ്ലൂരിൽ. അത്യാവശ്യം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സൈസൊക്കെ ഉണ്ട്. ഇതുവരെ നമ്മൾ കയറിയ ഊബർ വണ്ടികളിലെ ഏറ്റവും വൃത്തിയുള്ളതും നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി ഇതാ കേട്ടോ. ബാക്കിയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. പുള്ളിക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ എന്തോ. വളരെ സ്മൂത്ത് റൈഡായിരുന്നു, അധികം ബ്ലോക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മാളിൽ. അങ്ങനെ നമ്മളെ സേഫായിട്ട് വിട്ടിട്ട് നമ്മൾ ഊബർ പോകാം കേട്ടോ. നല്ല റൈഡായിരുന്നു അല്ലേ, നല്ല റൈഡല്ലായിരുന്നു. അപ്പോൾ ഇനി നേരെ മാളിലേക്ക് കയറാം. ഇതാണ് ഓറിയോൺ ഈസ്റ്റ് മാൾ. അധികം വലിപ്പമൊന്നുമില്ല, ഒരു ചെറിയ മാൾ കേട്ടോ. ഈ മാളിലാണ് ടിക്കറ്റ് റേറ്റ്, ഏറ്റവും ഫ്രണ്ട് റോയുടെ ടിക്കറ്റ് റേറ്റ് 240 രൂപ വരുന്നത്. മാളിൻ്റെ ഫ്രണ്ടിൽ നമ്മളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇവിടെ കണ്ടൊരു ഫൗണ്ടൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൽ തൊട്ടപ്പുറത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാളിൻ്റെ ഒരു മൊത്തം വ്യൂ എന്ന് പറഞ്ഞത് ഇതാട്ടോ. ഇങ്ങനെയാണ് മാൾ വരുന്നത്. ഏറ്റവും മുകളിലാണ് സിനിപോളിസ്. യെസ്, അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ നമ്മൾ ഷാരൂഖ് ഖാൻ്റെ പോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നേരെ അകത്തേക്ക്. നമ്മൾ ഫീനിക്സ് മാളിൽ കണ്ട പോലെ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. ചെറിയ മാളാണ്, അങ്ങനെ വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അത്രയേ ഉള്ളൂ. ഇതിപ്പം ഓറിയൺ ഈസ്റ്റ് മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. സുപ്പീരിയർ ബ്രാൻഡ്സ് ഒന്നും അങ്ങനെ കാണുന്നില്ല. പക്ഷേ പ്യൂമയുണ്ട്, പിന്നെ വൈൽഡ് ക്രാഫ്റ്റ് ഉണ്ട്, സിവാമി ഉണ്ട്, പിന്നെ ട്രെൻഡ്സ് ഉണ്ട്, മാക്സ് ഉണ്ട്. അത്യാവശ്യം ആവശ്യമുള്ള ബ്രാൻഡൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സുപ്പീരിയർ ബ്രാൻഡ്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫീനിക്സ് മാളിൽ കണ്ട പോലത്തെ അങ്ങനെ സംഭവമൊന്നുമില്ല. അങ്ങനെ നമ്മളിതേ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതേ അവിടെയാണ് സിനിപോളിസ്. ഇതിന് മുകളിലായിട്ട് ഫ്ലോർ ഉണ്ടോ? അങ്ങോട്ട് ഫ്ലോർ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് സിനിപോളിസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. കണ്ടിട്ട് എല്ലാവരും കന്നഡ ഫിലിം കാണാൻ പോകുന്ന ആൾക്കാരാണ് തോന്നുന്നത് കേട്ടോ. മലയാളി ലുക്കുള്ള ആരും കാണുന്നില്ല. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ എൻട്രി വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ ടിക്കറ്റ് കാണിച്ച് സ്കാൻ ചെയ്തിട്ട് അകത്തേക്ക് കയറണം. കയറി വരുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ ഒരു ലൈറ്റ് മാത്രമല്ല കേട്ടോ, അങ്ങനെ വലിയ ഗുമ്മൊന്നുമില്ല. ഇത് ആ അറ്റമാണ് സ്ക്രീനൊക്കെ വരുന്നത്. അപ്പോൾ 5 സ്ക്രീനാണ് തോന്നുന്നത് കേട്ടോ. അത് നോക്കാം. ഇവിടെയാണ് സ്ക്രീൻ 3, അപ്പുറത്ത് സ്ക്രീൻ 4. നമുക്ക് സ്ക്രീൻ 4 സിനിമ. അതെ, നമുക്ക് സ്ക്രീൻ 4 പട വരുന്നത്. പിന്നെ അവിടെയാണ് സ്ക്രീൻ 5. 1 ഉം 2 ഒന്നും കാണുന്നില്ല. പട ഫിലിം കാണാൻ ഒരു പടക്കുള്ള ആളുണ്ട് കേട്ടോ. ഇത്രയും ആൾക്കാരുണ്ട്. എന്തായാലും നമുക്ക് കുറേ മലയാളീസിൻ്റെ കൂടെ ഇരുന്ന് ബാംഗ്ലൂർ സിനിമ കാണാം. ആൾക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നൈസായിട്ട് OD4 കയറാം. സിനിമ കാണാൻ ഇത്രയും മലയാളീസ് ഉണ്ട് കേട്ടോ. ഇരുട്ടാണ്ടൊന്നും കാണുന്നില്ല കേട്ടോ, സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളിപ്പോൾ 4:10 ആയിട്ടുണ്ട്, ഷോ തുടങ്ങേണ്ട സമയമായി.
Michael Morbius. Everyone's dying to be more alive than ever. I'd do anything to save them. You save lives, you don't take them. Are you here to heal? At your service. ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഇസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അപ്പോൾ അതെ ഈ കാണുന്നതാണ് 240 രൂപയുടെ സീറ്റ്. ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടുതലാണ്. ടിക്കറ്റ് റേറ്റ് പലതാണെങ്കിലും സീറ്റെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ. പിന്നെ അതെ സിനിപോളിസിലെ സ്ക്രീൻ 4ൻ്റെ അകത്തൊരു വ്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാ ഇറങ്ങിക്കോല്ലേ? പോവല്ലേ? ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ ഇവിടെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പം രാത്രിയിലുള്ള ഓറിയൻ മാളിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് വലിയ ഗുമ്മൊന്നുമില്ല. ഞങ്ങളിപ്പം ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഊബർ ബുക്കായിട്ടുണ്ട്. ഇനി സംഭവം വന്നാൽ മതി. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാനായിട്ടെ. നമ്മളെ ഊബർ ചേട്ടൻ അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് ഇല്ലട്ടെ. കാണുന്ന എറ്റിയോസാണ് നമ്മുടെ വണ്ടി. യെസ്, അങ്ങനെ വിജയകരമായി റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടാസ്ക് ആട്ടോ റോഡ് ക്രോസ് ചെയ്തേ. അപ്പോൾ നമുക്കിനി നേരെ വണ്ടിക്കകത്ത് കയറാം. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഹോട്ടലിൽ തൊട്ട് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പുള്ളിക്കാരൻ കുറച്ച് കഷ്ടപ്പെടും എന്തായാലും അങ്ങോട്ടേക്ക് ഒതുക്കാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാണ് എൻ്റെ ഫ്രണ്ടിലായിട്ട്. ആ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. യെസ്, ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങിയേക്കാം അല്ലേ? നമ്മളെ സേഫായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഊബറിയായിട്ട് പോയി കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോകാം. നേരെ റൂമിലേക്ക് വന്നപ്പോൾ റൂം ഇവിടെ തുറന്ന് നടക്കുന്നു. ഇവിടെ ക്ലീനിങ് നടക്കാം കേട്ടോ. ഗംഭീരം, അതിഗംഭീരം. അപ്പോൾ ആദ്യം തന്നെ ഈ സിനിമയുടെ ഡയറക്ടർ കമൽ KM ഒരു വലിയ ഹാറ്റ്സ് ഓഫ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമയെ കുറിച്ച് സംസാരിക്കാം അല്ലേ? അപ്പോൾ ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു സിനിമ തന്നെയാണ്. സിനിമ സംസാരിച്ച വിഷയമാണ്. കേരള നിയമസഭ പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിനെതിരെ 1996 പാലക്കാട് കളക്ടറെ തടവിൽ വെച്ചുകൊണ്ട് നടന്നൊരു പ്രൊട്ടസ്റ്റ്. അതാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ വളരെ സത്യസന്ധമായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അപ്പം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സിനിമ. പിന്നെ സിനിമയിൽ ഗംഭീരം എന്ന് പറയുന്നത് കാസ്റ്റിംഗ് ആണ്. വളരെ മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സീനിൽ വരുന്ന ആളാണെങ്കിൽ കൂടി ഇതേ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് ആ ആളുടെ മുഖം. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി മികച്ചതായിട്ട് തോന്നിയില്ലേ നമ്മുടെ വിനായകന്റെ ക്യാരക്ടറും പിന്നെ നമ്മുടെ കളക്ടറിന്റെ ക്യാരക്ടറുമാണ്. അത് കൂടാണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ നടക്കുന്നത് 1996 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് 100% അവർ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ തന്നെ ഒരു സീനുണ്ട്, ന്യൂസ് റിപ്പോർട്ടർ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സീനിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയും മൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തെ നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ശ്രമം ഗംഭീരമായിരുന്നു. അപ്പോൾ ആ ടെക്നിക്കൽ ടീമിന് ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കും. യെസ്, അപ്പം എല്ലാവർക്കും ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും വലിയൊരു കൈയടി കൊടുക്കുവാണ്.
പിന്നെ ഞങ്ങൾ ഈ സിനിമ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്ന് ഇന്റർവെൽ വന്നത്. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് 1 മണിക്കൂർ കടന്നു പോയെന്ന് നമ്മൾ അറിഞ്ഞത് പോലും ഇല്ലായിരുന്നു. ശരിക്കും ആ ഒരു മണിക്കൂർ എങ്ങനെ പോയി എന്ന് നമുക്ക് തോന്നും. കാരണം നമുക്ക് ആ ഇന്റർവെൽ കാണിക്കുമ്പോഴത്തേനും 1/2 മണിക്കൂർ കഴിഞ്ഞ പോലെ ഒരു ഫീൽ ആയിരുന്നു അല്ലേ? അതെ, അതുപോലെ തന്നെ അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് സിനിമ തീരല്ലേ എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. പറഞ്ഞല്ലോ, തുടക്കം തൊട്ട് അവസാനം വരെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതൊരു റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് നമുക്കിത് കണ്ടിരിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഈ സിനിമ കാണുന്നവരുടെ ഉള്ളിലേക്ക് ഇത് ഇൻഡെപ്ത് ആയിട്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് ഒരു ഇത് കൊടുക്കാന്ന് പറയുന്നത് അതൊരു ഡയറക്ടറിന്റെ വിജയം തന്നെയാണ്. അതെ, പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ ഓർപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സംസാരിക്കേണ്ട വിഷയമാണ്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ നീതി കിട്ടേണ്ട കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. കുറെ ഹീറോസ് നമ്മുടെ ചുറ്റും ഇതുപോലെ ഉണ്ട്. അപ്പം നമ്മുടെ ഡയറക്ടർ ഈ സിനിമയിലൂടെ എന്താണോ പറയാൻ ആഗ്രഹിച്ച കാര്യം അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കൃത്യം 2 മണിക്കൂറിന്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു സിനിമയാണ്. നിങ്ങൾ ഇനിയും ഇത് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണണം. ഇനി നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇത് OTT വരുമോ അല്ലെങ്കിൽ TV വരുവാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു സിനിമ കണ്ടിരിക്കണം. മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. എന്നാലും നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടാത്തുള്ളൂ. അതെ, ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ പേരെഴുതി കാണിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ടിന്റെ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ നമ്മൾ ഫുള്ളി ആ തിയേറ്ററിൽ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ OTT-യിലൊക്കെ കാണുമ്പോൾ അത്രമാത്രം എൻഗേജ്ഡ് ആവുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. അപ്പൊ എന്തായാലും മനസ്സ് നിറഞ്ഞ് നല്ലൊരു മലയാള സിനിമ കാണാൻ പറ്റി. അത് കൂടാണ്ട് തന്നെ ഇങ്ങനെ ഓരോ പ്രൊട്ടസ്റ്റിനും പുറകെ പ്രവർത്തിച്ച ഒത്തിരി പേരോട് ഒരു ബഹുമാനം തോന്നി. അതെ, അപ്പൊ ഇനി നമുക്ക് തിയേറ്ററിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞല്ലേ. നമ്മൾ സിനിമ കണ്ടത് ഓറിയോണിലെ സിനിപോളിസിലെ OD5-ലായിരുന്നു. സ്ക്രീനെ പറ്റി പറയുകയാണെങ്കിലേ കുറച്ച് ഡള്ളായിട്ട് തോന്നി. ഇപ്പൊ ആ സ്ക്രീനിൽ ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിന്റെ ലാമ്പ് മാറാനുള്ള സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിന്റെ ക്വാളിറ്റി കുറവാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ ഒരു ഭാഗത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വിഷ്വലും ഒരു ഭാഗത്ത് ഭയങ്കര ബ്ലർ ആയിട്ടുള്ള വിഷ്വൽ. അതാണ്, ഇടതുവശം മുകളിലായിട്ട് ചെറിയൊരു ബ്ലർ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇനി ആരെങ്കിലും അവിടെ പോയിട്ട് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇടതുവശം മുകളിലായിട്ട് ഒരു ബ്ലർ തോന്നുന്നുണ്ട്. പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര മികച്ചതാണെന്ന് പറയാനില്ല, എന്നാൽ മോശവുമല്ല. പക്ഷേ ഇവിടുത്തെ വിഷയം തിയേറ്റർ അല്ലല്ലോ, സിനിമയാണല്ലോ. സിനിമ വളരെ ഗംഭീരമായതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് ആസ്വാദനത്തിൽ ഒരു തരത്തിലുള്ള കുറവുണ്ടായില്ല. ഞങ്ങൾ പിന്നെ സ്ഥിരം ഇങ്ങനെ സിനിമ കാണുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ടാണല്ലോ പട കാണുന്നത്. ഇപ്പൊ പട കാണുന്ന ഒത്തിരി മലയാളികൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. അതെ, നമ്മുടെ മലയാളം ആക്ടേഴ്സിനെ കാണിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എല്ലാവരും കൈയടിക്കുന്നുണ്ടല്ലേ. നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച, സമരം ചെയ്ത, ജീവൻ കളഞ്ഞ ഹീറോസിനെ ഈ ഒരു നിമിഷത്തിൽ വളരെയധികം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ അനുഭവിക്കുന്ന സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ പണ്ട് നമുക്ക് മഹാന്മാര് നേടിത്തന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. യെസ്, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.